me for a Tinder date gone wrong. So last 2 videos ഞാൻ ടിൻഡറിൽ പരിചയപ്പെട്ട ഒരു ബോയുടെ കൂടെ ഡേറ്റിന് പോയതായിട്ട് കണ്ടു ആൻഡ് ഹി ആസ്ക്ഡ് മീ അഗൈൻ. സോ ഈ വട്ടം ഞാൻ ആളെ ഗ്രീൻ ഫ്ലാഗ് ആണെന്ന് അറിയാനും ആളുടെ മനസ്സിൽ എന്താണ് അറിയാനും കുറച്ച് ശ്രമങ്ങൾ നടത്തി. ആളെ പിക്ക് സോ ഡേറ്റിന് പോകുമ്പം ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുടെ മനസ്സിൽ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ശ്രമം നടത്തുന്നത് നല്ലതാണ്. നല്ലൊരു ഉദ്ദേശത്തോടു കൂടി നമ്മുടെ ആ കുട്ടി ആ ഒരു മനസ്സിൽ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്താൻ പോവുകയാണ്. ആളെ പിക്ക് ചെയ്യാൻ വേണ്ടി ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ പോയി. ആൾ എനിക്ക് ഫുഡ് കൊണ്ടുവന്നു. ആളിനെ അത് ഫീഡ് ചെയ്യിപ്പിച്ചു. അപ്പൊ ആളുടെ ടെസ്റ്റും പാസ്സായി. തീറ്റ ടെസ്റ്റ് അങ്ങനെ പാസ്സായിരിക്കുകയാണ്. ആള് പിന്നെ ഫുൾ ടൈം എന്റെ ബാഗ് ക്യാരി ചെയ്യുക. ആ ടെസ്റ്റും പാസ്സായി. അത് കഴിഞ്ഞ് നമ്മൾ അപ്പം ആദ്യത്തെ ആയ ടെസ്റ്റ് പാസ്സായി, രണ്ടാമത്തെ ചുമട്ട് തൊഴിലാളി ടെസ്റ്റും അങ്ങനെ ആ പയ്യൻ പാസ്സായിരിക്കുകയാണ്. അത് കഴിഞ്ഞ് നമ്മൾ ലുലു മോളിൽ പോയിട്ട് അവിടെ വെസ്റ്റ് സൈഡിൽ പോയിട്ട് കുറച്ച് ക്ലോത്ത്സ് ഷോപ്പ് ചെയ്യാൻ വേണ്ടി ഡിസൈഡ് ചെയ്തു. ഈ 2 ഡ്രസ്സാണ് ഞാൻ എടുത്തത്. 799 ഈച്ച് ആണ്. എനിക്ക് രണ്ടും ഭയങ്കര ഇഷ്ടമായി. ഇത് ഫസ്റ്റ് റെഡ് വൺ ആണ് ആൻഡ് അടുത്തത് വരുന്നതെന്ന് വെച്ചാൽ ബ്ലാക്ക് ആയിരുന്നു. എനിക്ക് രണ്ടും ഒരേപോലെ ഇഷ്ടമായി. ഐ വാസ് വെരി കൺഫ്യൂസ്ഡ് ആൻഡ് അവസാനം ഞാൻ റെഡ് ചൂസ് ചെയ്യാന്ന് വിചാരിച്ചു. ആൻഡ് എന്നെ സർപ്രൈസ് ചെയ്തു. ഒരു 3 ആള് വെയിറ്റ് ചെയ്തു. ആളെ ലിറ്ററലി ബ്ലാക്ക് എടുത്ത് എന്റെ കയ്യിൽ വെച്ച് തന്നു. ആൻഡ് ടോട്ടൽ 1500 ആ ഷോപ്പിംഗ് ടെസ്റ്റും ഒരാൾ പാസ്സായി. അതൊരു ടഫ് മൂവ് ആയിരുന്നു കേട്ടോ. ചേട്ടന്റെ ടഫ് മൂവ് ആയിരുന്നു, പ്രതീക്ഷിച്ചില്ല. നീ ഒന്ന് പോണ്ടോ അപ്പുറത്ത്. വിച്ച് വാസ് അഗൈൻ ചോക്ലേറ്റ് ടെസ്റ്റ് പാസ്സായി. അത് കഴിഞ്ഞിട്ട് ആൾ എനിക്ക് ബർഗർ മേടിച്ചു തന്നു. 110 rupees. ഫുഡ് ടെസ്റ്റും പാസ്സായി. ഇതാണോ ഡേറ്റിംഗ്? സീരിയസ്ലി ഇതാണോ ഡേറ്റിംഗ്? എനിക്കറിയില്ല. നീ എന്റെ ക്ഷമ പരീക്ഷിക്കരുത്. ഇത് ഊറ്റിംഗ് ആണ്. അവനെ ഊറ്റാണ്, പിഴിഞ്ഞെടുക്കുകയാണ് അവനെ. അത് കഴിഞ്ഞിട്ട് ആൾ അവിടെ തോന്നുന്നു കുറെ സാധനങ്ങൾ എനിക്ക് കാര്യം എടുത്ത് വെച്ചു. പിന്നെ അവിടെ ഞാൻ ഹണി കേക്ക് ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആൾ അതും മേടിച്ചോളാൻ പറഞ്ഞു. എനിക്ക് ക്യാരി ചെയ്യാൻ പറ്റുന്നതുകൊണ്ടല്ല ആളുടെ കൊടുത്തു. ഫൈനൽ ടെസ്റ്റ് ആണ്. ആളെന്നെ ബില്ല് സ്പ്ലിറ്റ് ചെയ്യാൻ സമ്മതിച്ചില്ല. ബിൽ ടെസ്റ്റും പാസ്സായി. വെരി ഫണ്ണി. വിച്ച് വാസ് വെരി യമ്മി. നമ്മൾ തിരിച്ചു പോകണ വഴി മെട്രോയിൽ വെച്ചിട്ട് ആളെ ഭയങ്കര റൊമാൻറ്റിക് ആയിട്ട് എന്റെ കൈ ഇങ്ങനെ പിടിക്കാൻ വേണ്ടി നോക്കി. അത് ഭയങ്കര അൺഎക്സ്പെക്ടഡ് ആയിരുന്നു. ഫസ്റ്റ് ടച്ച് ആയിരുന്നു. എനിക്കത് ഭയങ്കര നാണം വന്നു. ഇത്രയൊക്കെ ഊറ്റിച്ചിട്ടും അവൻ ഇച്ചിരി റൊമാൻസ് എങ്കിലും കാണിക്കണ്ടേടാ. കൊച്ചു കുട്ടികളുടെ മനസ്സാണ്. പിന്നെ ആളിന്റെ ടെസ്റ്റുകളൊക്കെ പാസ്സായി. ലൈക് ബോയ്സ് ഒക്കെ ഗ്രീൻ ഫ്ലാഗ് ആണോ എനിക്കറിയില്ല. ബട്ട് ദിസ് ഗായ് ഐ തിങ്ക് ഐ വിൽ ഗോ ഫോർ എ ഡേറ്റ് വിത്ത് ഹിം അഗൈൻ. അതെ, ഒരു വല്ലാത്തൊരു ഗ്രീൻ ഫ്ലാഗ് തന്നെ. ഇങ്ങനെ ഒരു പട്ടിയെ കിട്ടി ആരാണ് വളർത്താത്തത്? നല്ല പട്ടി. ഞങ്ങള് വേണമെങ്കിൽ ഒരു 5 പേര് കൂട്ട ആത്മഹത്യ ചെയ്യാൻ മോനെ. ഞാനൊരു കോമാളിയായോടാണല്ലോ.